ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. പാറ്റാപ്പല്ലി, കൊതുക്, ഈച്ചയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ കിച്ചണിലായിരിക്കും അല്ലേ. രാത്രി നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പാറ്റാപ്പല്ലിയൊക്കെ നല്ല സ്വതന്ത്രമായിട്ട് ഇതുപോലെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേയധികം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുമൂലം നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ 100% തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ല കിട്ടിലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. രാത്രി നമ്മളെ കിച്ചൺ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു അവസ്ഥയിലായിരിക്കും കിച്ചൺ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ അങ്ങ് വെച്ചിട്ട് കിടന്നുറങ്ങല്ലോ. ഒരിക്കലും നിങ്ങൾ അതുപോലെ ചെയ്യരുത്. നമ്മളെ കിച്ചൺ ഏകദേശം നന്നായിട്ട് ക്ലീൻ ആക്കി ഇട്ടാൽ തന്നെ ഏകദേശം നമുക്ക് പല്ലിയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതിൽ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് പോവരുത്. അങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പല്ലിയൊക്കെ വരും. അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം ഒഴിവാക്കിയതിന് ശേഷം വേണം നമ്മൾ കിച്ചനൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാറ്റകളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലികൾ കൂടുതലായിട്ടും വരുന്നത്. പാറ്റശല്യം കുറഞ്ഞാൽ തന്നെ നമുക്ക് പല്ലിശല്യം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം വേസ്റ്റൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടിട്ട് നന്നായിട്ട് സിങ്കൊക്കെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ക്ലീനിങ് ഇനിയുണ്ട്. നമ്മൾ ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം സോപ്പ് വെള്ളം ഒക്കെ തെറിച്ച ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട്. നമ്മളെ കിച്ചൺ ഓൾമോസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചാൽ തന്നെ ഏകദേശ പ്രാണിശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് സിങ്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനീഗറാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് തുടച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചൊന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിൻ്റെ സ്മെല്ല് കുറേ സമയത്തിന് ലാസ്റ്റ് ചെയ്യും. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ വിനീഗറിൻ്റെ സ്മെല്ല് കുറേ സമയത്തേക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ, പല്ലി, ഈച്ച, കൊതുക് ഒന്നും തന്നെ വരില്ല. മാത്രമല്ല നമ്മളെ കിച്ചണിൽ വരുന്ന ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടെ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ സൊല്യൂഷൻ നമ്മളുടെ സിങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സിങ്ക് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെ കിച്ചണിലുള്ള പാറ്റ, പല്ലി, എലി, അതുപോലെ തന്നെ ഈച്ച, കൊതുക് എന്നിവയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. യാതൊരുവിധ കെമിക്കൽസും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു യൂസ് ആൻഡ് ത്രോ ബൗളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. പഞ്ചസാരയൊക്കെ പ്രാണികൾ ഒരുപാട് ആകർഷിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ പകരമായിട്ട് കുറച്ച് തൈര് മിക്സ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്ഥിരമായിട്ട് പാറ്റ, പല്ലി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ സ്മെല്ല് പ്രാണികളെ ആകർഷിക്കുക. കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇതിലേക്ക് വീണ് ചത്തുപോകാൻ ഇടയാവുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് രാത്രി ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് ഞാൻ അവിടെ പാറ്റകളെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലേക്കായിട്ട് തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ രാത്രി വെച്ചിട്ട് രാവിലെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. യാതൊരുവിധ കെമിക്കൽസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ കണ്ടില്ലേ, രാവിലെ എടുക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു പ്രാണികളും അതുപോലെ തന്നെ പാറ്റയൊക്കെ ഇതിലേക്ക് ചാടിയിട്ടുണ്ട്. ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കൂടുതൽ പാറ്റ ശല്യം അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 ബൗൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. കുറച്ച് സമയം പുറത്ത് വെച്ചപ്പോൾ കുറച്ച് ഉറുമ്പും കൂടെ അതിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പിന് പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമന്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവില്ലല്ലോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം.
രാവിലെ നമ്മളെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിന്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുമല്ലോ. അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാരാണ് ട്ടോ. അടുപ്പ് കത്തിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും. കത്തിക്കഴിഞ്ഞതിന് ശേഷം അതിലുണ്ടാവുന്ന ആ ഒരു പൊടിയില്ലേ അതാണ് ട്ടോ. നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ് ട്ടോ അത്. അതാർക്കും തന്നെ അറിയില്ല. പണ്ട് കാലം മുതൽ തന്നെ ഇത് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ആ പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് വിനീഗറും ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം മതി എണ്ണക്കറയും അതുപോലെ തന്നെ പറ്റി പിടിച്ച കറകളൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നതായിരിക്കും. ആ റിംഗ് ഗാർഡൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ചായയൊക്കെ പോയിട്ട് ഒരുമാതിരി ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് കഴുകി കളയുകയാണെങ്കിൽ പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് തിളങ്ങി കിട്ടുന്നതായിരിക്കും. പണ്ട് കാലത്തൊക്കെ ഈ ചാരം നമ്മൾ ചെടികൾക്ക് ഇടും, അതുപോലെ തന്നെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യും. ഇപ്പോഴൊക്കെ നമ്മൾ അടുപ്പ് കത്തിക്കാറില്ല. അങ്ങനെ കത്തിക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും ചെയ്യുന്നത്. പണ്ടൊക്കെ അടുപ്പിൽ പാത്രം കുക്കിങ്ങിന് വെക്കുന്ന സമയത്ത് കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ആ പാത്രത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. നന്നായിട്ട് പുതിയതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇരിക്കും. കരിയൊന്നും ആവില്ല കേട്ടോ. എല്ലാവരും ആ ടിപ്പും അടുപ്പൊക്കെ ഇപ്പോഴും കത്തിക്കുന്നവരുണ്ടാവും. അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റിയ നല്ല അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റിംഗ് ഗാർഡൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ശേഷം കഴുകിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കറകളൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഞാനൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പും കൂടെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, എല്ലാ കറകളും പോയിട്ട് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ ഈച്ച ശല്യം. ഈച്ച, കൊച്ചീച്ച, കൊതുക് ഭയങ്കര ഒരു ശല്യമാണ്. ഈ ചക്ക മാങ്ങ സീസണൊക്കെ ആയാൽ തന്നെ ഇതിനെ കൊണ്ടൊന്ന് പൊറുതി മുട്ടിയവരുണ്ടാവും. എന്നിട്ട് കുറേ കെമിക്കൽസ് സ്പ്രേയും ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുമല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒന്നും തന്നെ ചെയ്യാതെ നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈച്ചകൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ട്രാപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരമുറി ശർക്കരയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈച്ചശല്യം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ എടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം. കുറേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ വെള്ളം പോലെ ആക്കി എടുക്കരുത്. കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഈച്ചശല്യം കുറവായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. ഈ ഒരു ശർക്കരയുടെ സ്മെല്ലും മധുരവും ഒക്കെ കാരണം തന്നെ ഈച്ചകൾ പെട്ടെന്ന് ആകർഷിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈസ്റ്റിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതുപോലുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് ഒരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് ഒരു പൊടിപ്പ് രസം വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ 100% തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ നമുക്ക് ഈച്ചകളൊക്കെ തുരത്തി ഒടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഈച്ചയുടെ വംശ പരമ്പരയെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ടൈം ഇല്ലാത്ത വീഡിയോ എടുക്കണം എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഇപ്പം തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് മിക്സായി വരുന്നതായിരിക്കും. ഈച്ചശല്യം കൂടുതലുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു 2-3 ഗ്ലാസ്സിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. നമ്മൾ കൊച്ചു മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്നും അതുപോലെ തന്നെ സ്പ്രേ ഒക്കെ നമ്മൾ ഈച്ചകളെ കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യല്ലേ. അതൊക്കെ നമ്മളുടെ ശരീരത്തിനും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഹാനികരമാണ്. അപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷൻ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈച്ചകൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് അധികം ഈച്ചയില്ല, കൊച്ചീച്ചയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുറത്താണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്മെല്ലിന് ഈച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവകൾ ഉള്ളിലേക്ക് ഇറങ്ങി വരും. പിന്നെ ആ ലായനിയുടെ ഒരു വഴുവഴുപ്പ് കാരണം തന്നെ അവകൾക്ക് മുകളിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ നമുക്ക് കുറേ ഈച്ച ശല്യം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 100% തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഈ ഗ്ലാസിൻ്റെ അറ്റത്ത് കുറേ തേച്ച് കൊടുക്കരുത്. അപ്പോൾ അറ്റത്ത് ഇരുന്നിട്ട് ഈച്ചകൾ പാറിപ്പോകാൻ ഇടയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് കേട്ടോ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു ഈച്ച വന്നിരുന്നിട്ട്
അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഈച്ചകൾ വരുന്നവരെ നമുക്കിതൊന്ന് പുറത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2, 3 ഈച്ച അതിലേക്കൊന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ ഈച്ചശല്യം കൂടുതലുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ആ ഗ്ലാസ് പൊതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്കൊന്നും ഈച്ച ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊരു 1, 2 ഈച്ചയെ കണ്ടപ്പോൾ ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറച്ച് ഈച്ചകൾ വീണിട്ടുണ്ട്. കിച്ചണിലുള്ളതിൽ കുറച്ച് കൊച്ചീച്ചകൾ വന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചീച്ചകൾക്കും വലിയ ഈച്ചകൾക്കൊക്കെ പറ്റിയ നല്ല കിടിലൻ ട്രാപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഗ്ലാസ് എടുത്ത് പുറത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഈച്ചകൾ വന്ന് അതിലേക്ക് വീണിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാനും പറ്റുന്നതാണ്. ഇപ്പോൾ കുറേ ഈച്ചകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഈച്ചകൾ അതിലേക്ക് വീണിട്ടുണ്ട്. കുറേ പാറി വരുന്നുണ്ട്. അപ്പോൾ 100% തന്നെ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ വീട്ടിൽ കൂടുതൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന ഈച്ച, പല്ലി, എലി, എട്ടുകാലി എന്നിവയൊക്കെ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്സ് ഓൾറെഡി ഞാൻ കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കിച്ചൺ ടിപ്സ്, റീയൂസ് ഐഡിയാസും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് തന്നെയായിരിക്കും. ട്രാപ്പൊക്കെ വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വിനീഗറും അതുപോലെ തന്നെ വെള്ളം സമം ചേർത്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ വരുന്ന ഈച്ചകളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ആ രീതിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.